ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് ശ്രുതി. ഇന്ന് ഞാനുള്ളത് നമ്മളെ തൊടുപുഴ പഴയരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലേഴ്സിലാട്ടോ. അപ്പോൾ ഇതെന്റെ ആദ്യത്തെ ഔട്ട്ഡോർ ഷൂട്ടും കൂടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോ ആദ്യം ഒരു മാല വാങ്ങാനാണ് വന്നത്. അപ്പൊ നമുക്ക് മാലയുടെ കളക്ഷൻസ് ഒന്ന് നോക്കാം. ചേട്ടാ, ഞാനൊരു മാല നോക്കാനായിട്ടാണ് വന്നത്. അപ്പൊ ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് കാണിക്കാവോ? ഞാൻ ഫസ്റ്റ് കാണിക്കാം. ഓക്കെ, ഗോൾഡിൽ നിന്ന് മാറി ഡയമണ്ട് മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നത്? ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പലതരം സംശയങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം ഇത് ഒരു എക്സ്ക്ലൂസീവ് പീസ് ആണ്, അല്ലെങ്കിൽ പ്രീമിയം കാറ്റഗറി വരുന്നതാണ്, ഭയങ്കര ഭംഗി വരുന്നതാണൊക്കെ. പക്ഷെ അതിന്റെ ഒക്കെ അപ്പുറത്ത് ഒരു ഡയമണ്ട് ഓർണമെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി പോലും വരില്ല. കാര്യം ഇതിന്റെ ഭംഗി അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ പോലും പോകുന്നതല്ല. ശരിക്കും തലമുറകൾ കൈമാറ്റം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കാണുന്ന തിളക്കവും ഭംഗിയും എല്ലാ കാലത്തും അതേപടി നിലനിർത്തും. പറയുമ്പോൾ മേ ബി അതിശോക്തിയായി തോന്നിയേക്കാം, പക്ഷെ അതാണ് സത്യം. നവരത്നങ്ങളിൽ തന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഇത്രയും ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നതുമായ മറ്റൊരു സ്റ്റോൺ ഇല്ല. ഇത് ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒക്കേഷനിൽ നമ്മളത് വെയർ ചെയ്യുവാണെങ്കിൽ അത്രയും ആ ക്രൗഡിനിടയ്ക്ക് നമ്മളെ മാത്രം സ്പെഷ്യലായിട്ട് കാണിക്കും. ഒരു ഓർണമെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊരു ഓർണമെന്റിൽ നിന്നാണെങ്കിലും ഭംഗിയാണ്, അട്രാക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ മാക്സിമത്തിൽ തരും. ഇത് അതിന്റെ ഒക്കെ അപ്പുറത്ത് എല്ലാവർക്കും ഈ സൗന്ദര്യം ഓക്കെ, ഇനി റീസെയിൽ വാല്യൂ ഉണ്ടോ, നഷ്ടമാവോ എന്നൊരു പ്രധാന ചോദ്യമുണ്ട്. ഈ സ്റ്റോൺസിന് എല്ലാം തന്നെ റീസെയിൽ വാല്യൂ ഉള്ളതാണ്. നമ്മളുടെ ജ്വല്ലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മാത്രമാണ് ഓരോ ഓർണമെന്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഈ കസ്റ്റമർ തിരിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് ഒന്നെന്നുണ്ടെങ്കിൽ അന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർണമെന്റ്സിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി അതല്ല, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഫിനാൻഷ്യലി അത്ര ടൈറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇത് വിൽക്കണം, ക്യാഷ് ആക്കണം എന്ന് വെച്ചാൽ പോലും നമുക്ക് നഷ്ടങ്ങൾ വരുന്നില്ല. സ്റ്റോണിന് വില കിട്ടും. അതുപോലെ തന്നെ ഇതിലടങ്ങുന്ന ഗോൾഡിന് വില കിട്ടും എന്നുള്ള ഞാൻ ഇപ്പം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വേറെ നോക്കിക്കോളൂ. എന്നാലാണ് നമ്മുടെ ദേഹത്ത് കിടക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. പണ്ട് തൊട്ടേ ഉള്ളൊരു ഡൗട്ടാണ് ഇതിന്റെ സ്റ്റോൺ പോകും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് തന്നെയാണ്, ഗോൾഡ് ആണെങ്കിൽ നമുക്ക് പണയം വെക്കാം, ഇത് പണയം വെക്കാൻ പറ്റുമോ? ഇപ്പൊ എന്താ സ്റ്റോൺ ഇളകി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അങ്ങനെ സാധാരണ ഒരു വർക്ക് ചെയ്യുന്ന എന്തോരം കെയർ കൊടുത്തിട്ടാണോ ആ കെയറിന്റെ നേരെ ഡബിള് അല്ലെ ത്രിബിള് എഫോർട്ടും കെയറും കൊടുത്തിട്ടാണ് ഓരോ ഡയമണ്ട് ഓർണമെന്റ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ലേസർ സെറ്റിംഗ് ആണ്, ഇത് പശു വെച്ചോട്ടിക്കുന്ന ഒന്നുമല്ല. ഡയമണ്ടിൽ പലതരം സെറ്റിംഗ് വരുന്നുണ്ട്. അതിലൊരു സെറ്റിംഗ് ആണ് പോങ് സെറ്റിംഗ് എന്ന് വെച്ചാൽ ഞണ്ട് ഇറുക്കുന്നത് പോലെ ഹോൾഡ് ചെയ്തേക്കാണ് ഇപ്പൊ നമ്മൾ ഈ വെയർ ചെയ്തേക്കുന്ന നെക്ലേസിലുള്ള ഡയമണ്ട്സിന്. 4 ഭാഗത്തുനിന്ന് ഓരോ സ്റ്റോണിനും ഇങ്ങനെ 4 ഭാഗത്തുനിന്നും ഗോൾഡിന്റെ പിഞ്ചസ് വെച്ചിട്ട് ലോക്ക് ചെയ്തേക്കാം. ശക്തമായ പുറമേ നിന്നുള്ള അടിയോ ഇടിയോ കൂടാതെ അത് പോവില്ല, സ്വാഭാവികമായിട്ടും പൊഴിഞ്ഞു പോവില്ല. അത് ഇത്രയും വില കൊടുത്ത് ഡയമണ്ട് മേടിക്കുന്ന ഒരാൾക്ക് അത് അങ്ങനെ പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കിട്ടാന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല സെറ്റിങ്ങും ഏറ്റവും നല്ല പെർഫെക്ഷനോടും കൂടിയിട്ടാണ് ഡയമണ്ട് ഓർണമെന്റ് മേക്ക് ചെയ്തത്. പണയം വെക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് രത്നമാണ്. ഈ ഗോൾഡ് ഉരച്ചു നോക്കി കണ്ടുപിടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മെഷീൻ നോക്കി കണ്ടുപിടിക്കുന്ന പോലെയോ ഇതിനെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾ പണയം വെക്കാൻ ചെല്ലുന്ന ചെറുകിട സ്ഥാപനങ്ങളിൽ ഈ ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡയമണ്ട് എന്ന ഈ രത്നത്തെ ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ക്വാളിറ്റി എന്താണെന്നും കറക്റ്റ് ആയിട്ട് നിർണ്ണയിക്കാനുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ടാണ് ഇതിനെ പണയം വെക്കാൻ പൊതുവെ ഇല്ലാത്തത്. എന്ന് കരുതി ഇത് നഷ്ടമാണെന്ന് ചിന്തിക്കേണ്ട. നമുക്ക് അങ്ങനെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ക്യാഷ് ബാക്ക് ഇപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു ഇതില് മുടക്കിയേക്കുന്ന എമൗണ്ട് ഭീകര നഷ്ടങ്ങളൊന്നും വരുന്നില്ല. മേക്കിംഗ് ചാർജ് ടാക്സ് മാത്രമാണ് മിസ്സായി പോകുന്നത്. അതിപ്പം സാധാരണ ഒരു ഗോൾഡ് എടുത്താൽ നഷ്ടപ്പെടും മേക്കിംഗ് ചാർജ് ടാക്സും അതുപോലെ തന്നെ. പിന്നെ ഇത് ഒരു പ്രീമിയം കാറ്റഗറി പരിപാടിയാണ്. അപ്പോൾ ഇത് ഒരാൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യത്തെ അയാളെ അട്രാക്ട് ചെയ്യുന്ന സാധനം അതിന്റെ ആകർഷണീയത, അതിന്റെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തിൽ അട്രാക്റ്റഡ് ആയിട്ടാണ് അദ്ദേഹം അത് വാങ്ങിക്കുന്നത്.
അപ്പം ഒരു ഓർണമെന്റിന് ഏതൊരു ഓർണമെന്റ് ആണെങ്കിലും നമ്മൾ അതാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം അതതിന്റെ മാക്സിമത്തില് ഡയമണ്ട് തരുന്ന പോലെ മറ്റൊന്നും തരില്ല. ശരിക്കും ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടാണ് ഡയമണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. കാലങ്ങൾ കൊണ്ട് ഇതിന്റെ ഫാഷനും സൗന്ദര്യവും ഔട്ട് ആവത്തില്ല. ഓരോ ഡയമണ്ട് ഓർണമെന്റും ഭംഗിയുടെയും സൗന്ദര്യത്തിന്റെയും അവസാനമാക്കാൻ നമുക്കറിയാം. അപ്പോൾ എല്ലാ ജ്വല്ലേഴ്സും ഡയമണ്ട് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ സാധാരണക്കാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എമൗണ്ട് മുതൽ ഇടത്തരക്കാർക്കുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർണമെന്റ്സ്, പിന്നെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻസ്, അങ്ങനെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ചെറുതോ വലുതോ ഡയമണ്ടിന്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 5000 ആയിക്കോട്ടെ 5 ലക്ഷം ആയിക്കോട്ടെ, അത് എത്രയോ ആണെങ്കിലും അത് 100% സെക്യൂർ ആയിരിക്കും. പഴയരി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചെറുത് മുതൽ വലുത് വരെ, അതായത് എല്ലാ ബഡ്ജറ്റിലുള്ള ഓർണമെന്റ്സ് അവൈലബിൾ ആണ്. ഏറ്റവും ഇടത്തരക്കാരായ ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർണമെന്റ്സ് മുതൽ വളരെ പ്രീമിയം ആയിട്ടുള്ളതും ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. പഴയതിൽ ഒരു കസ്റ്റമർ ഡയമണ്ടിൽ അല്ലെങ്കിൽ ഡയമണ്ട് മേടിക്കുന്ന എമൗണ്ട് 5000 ആയിക്കോട്ടെ, അതല്ലെങ്കിൽ 5 ലക്ഷം ആയിക്കോട്ടെ, എത്രയാണെങ്കിലും ആ എമൗണ്ട് 100% സെക്യൂർ ആയിരിക്കും. ഡയമണ്ടിൽ പലതരം ക്വാളിറ്റീസ് ഉണ്ട്. അതായത് ഇതിനെ 4 C's എന്ന് പറയും: കട്ട്, കളർ, ക്ലാരിറ്റി ആൻഡ് ക്യാരറ്റ്. ഈ 4 C's വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഡയമണ്ടിൽ വില മാറുന്നത്, ഡിമാൻഡ് മാറുന്നത്, അങ്ങനെ എല്ലാം തന്നെ. നമ്മൾ പഴയരി ഉപയോഗിക്കുന്ന ഏറ്റവും മാർക്കറ്റിലെ ഏറ്റവും മികച്ച ക്വാളിറ്റി മാത്രമാണ്. നമ്മുടെ എല്ലാ ഓർണമെന്റും സർട്ടിഫൈഡുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറിന് ഇത് എടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒരു പ്രീമിയം പീസാണ്, ജസ്റ്റ് ഒരു ലക്ഷൂറിയസ് പീസാണ്, അത് നഷ്ടം വരുമെന്ന് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു സാധാ ഒരു ഗോൾഡ് ഓർണമെന്റ് എടുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന മേക്ക് ചാർജ് ടാക്സും തന്നെ ഇതിലും നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ മോഡേൺ ഡ്രസ്സിലൂടെയും എക്സാക്റ്റ് ആയിട്ട് മാച്ച് ആവും. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഫംഗ്ഷൻ ആണെങ്കിലും, അതിപ്പം പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിവോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഏത് ഫംഗ്ഷനും ഇത് കറക്റ്റായിട്ട് സ്യൂട്ടാവും. വലിയൊരു ബ്രോഡായിട്ടുള്ള നെക്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടി വെച്ച് പൂട്ടേണ്ടി വരും. പക്ഷെ ഇങ്ങനെയൊരു ക്യൂട്ടായിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് ആണെന്നുണ്ടെങ്കിൽ അത് കാലാകാലം നമുക്ക് യൂസ് ആവും. ഒരു വലിയൊരു ഫംഗ്ഷന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നൊരവസ്ഥ അതിൽ വരുന്നില്ല. നമുക്ക് ബ്രേസ്ലെറ്റ്, കൈ ചെയിൻ, അതുപോലെ നോസ്പിൻ, ലോക്ക്, പെൻഡൻസ്, റിങ്സ്, സ്റ്റഡ്സ്, അങ്ങനെ എല്ലാ ഓർണമെന്റ്സിലും
ലാസ്റ്റ് എടുത്ത വീഡിയോയ്ക്ക് ഒന്നും വോയിസ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തെ ടെൻഷനിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന് വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് ദൈവമേ വോയിസ് ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. എന്നാൽ പിന്നെ കുറേ ടേക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് ആ വീഡിയോ എല്ലാം ആഡ് ചെയ്തിട്ട് അതിനകത്ത് വോയിസ് ചെയ്തേക്കാന്ന് വെച്ചു. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ ശ്രദ്ധിക്കുന്നതായിരിക്കും. വീഡിയോയിലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് പറഞ്ഞു തരിക. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ അവിടുത്തെ കസ്റ്റമർ സർവീസിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞു ഡൗട്ടാണെങ്കിൽ പോലും എനിക്ക് നല്ല മനസ്സിലാവുന്ന രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ മറ്റ് ജ്വല്ലറികളെ അപേക്ഷിച്ച് അവരുടെ കയ്യിൽ ഒരുപാട് യുണീക്ക് ആൻഡ് എലഗൻറ്റ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പം ഡെയിലി വെയർ ആണെങ്കിലും ബ്രൈഡ്സിന് പറ്റിയതാണെങ്കിലും ഏത് ഒക്കേഷൻ ടൈപ്പ് ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവർക്ക് ഡയമണ്ട് മാത്രമല്ല കേട്ടോ, ഗോൾഡിൻ്റെ കളക്ഷൻസും നിറയെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോയിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ബഡ്ജറ്റിനും ഒക്കേഷൻ ടൈപ്പിനും അനുസരിച്ചുള്ള ഒരു ജ്വല്ലറി എടുക്കാൻ അവർ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് യുണീക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഞാൻ പഴയരി ജ്വല്ലേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യും. ജ്വല്ലറിയുടെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക.